കാരണം ഞങ്ങളുടെ അവിടെ വന്നിട്ടുള്ള 3000 പേര് വന്നിട്ടുള്ളവരില് ഒരു പകുതിയോളം പേര് ഇതുപോലെ ഏജന്റിന്റെ കൈകളിൽ പോയിട്ട് പൈസ നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ തരാന്ന് പറയും, അഡ്വാൻസ് വാങ്ങിക്കും, പിന്നെ അവര് സിം എടുത്ത് കളഞ്ഞു, പിന്നെ അവരെ കാണാനില്ല. അങ്ങനെ പോയ വ്യക്തി ഇവിടെ ഇരിക്കുന്നവർ പലരും അങ്ങനെ നഷ്ടപ്പെട്ടു, കാശ് നഷ്ടപ്പെട്ടുള്ള ഒരാൾ അങ്ങനെ ആരാ നഷ്ടപ്പെട്ട ആൾ? ഓക്കെ, താങ്കളുടെ പണം പോയിരുന്നോ? എത്ര രൂപ പോയി? 75,000 രൂപ. 75,000 രൂപ പോയിട്ട് അഡ്വാൻസ് കൊടുത്തു. പിന്നെ അതിനെക്കുറിച്ച് വിവരമില്ല? ഇല്ല, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തു, കണ്ടുപിടിച്ചോ? പിന്നെ ഇല്ല, കിട്ടിയിട്ടില്ല. ആളും സ്ഥലത്തില്ല. ആളാരാന്ന് അറിയത്തില്ല. ഇല്ല, നേരിട്ടല്ലേ കൊടുത്തത്? നേരിട്ടാ കൊടുത്തത്. ഞാൻ ഓപ്പൺ സർജറി കഴിഞ്ഞതാണ്. എന്റെ ചേട്ടന്റെ വൃക്കയാണ് എനിക്ക് വെച്ചിരിക്കുന്നത്. CMC വില്ലൂർ ഹോസ്പിറ്റലിൽ വെച്ചാണ് ചെയ്തത്. ഡോക്ടർ എബി എബ്രഹാം ആണ് ചെയ്തത്. ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെഡിസിന്റെ കോസ്റ്റ് ഭയങ്കരമാണ്. ഞങ്ങൾക്ക് അന്ന് 16,000 രൂപ 17,000 രൂപ മാസം തോറും ചെലവഴിക്കുന്നതായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴും നല്ലൊരു പൈസ അതിനു വേണ്ടിയിട്ട് ചെലവാക്കിയാണ് ജീവിച്ചു പോരുന്നത്. എനിക്ക് 13,000 രൂപ മാസം ആകുന്നുണ്ട്. ഒരു ജോലി ഉള്ളതുകൊണ്ട് കഴിയുന്നു. പക്ഷേ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അടുത്തോടും പറ്റി. മുമ്പേ ചോദിച്ച് ആയുസിന് ഗ്യാരണ്ടി ഉണ്ടെന്ന്. സത്യം പറയാമല്ലോ, നമ്മുടെ ജീവിതം ഓരോ ദിവസവും ബോണസാണ്. ഇങ്ങനെ ഒരു സംവാദം സംഘടിപ്പിച്ചതിന്റെ മുഖ്യ ലക്ഷ്യം കേരളത്തിൽ ഈ വൃക്കദാനത്തെക്കുറിച്ചൊരു പുതിയ അവബോധം ഉണ്ടാക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടെയായിരുന്നു. അപ്പോൾ ഇതിനെ വളരെ കൗതുകത്തോടെ കണ്ടുപിടിക്കുന്ന ഈ പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ ജനങ്ങളുടെ ഇടയിൽ അവയർനെസ് കൂട്ടാനായിട്ട് ഫാദർ ഡേവിസ് ചെർമലിനോ എനിക്കോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം തന്നെ. പല ഫോറങ്ങളിലും പലരും ഇപ്പോഴും എന്നോട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അതായത്, താങ്കൾ മെഡിസിൻ വല്ലതും കഴിക്കണോ? പക്ഷെ കൊടുത്ത ആള് മെഡിസിൻ ഒന്നും കഴിക്കണ്ട എന്നുള്ളത് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അതുപോലെ എക്സസൈസ് ചെയ്യാൻ പാടുമോ, അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കാൻ പാടുമോ? ചിലവരിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, സ്മോൾ കഴിക്കാൻ പാടും. ഒരു കുഴപ്പമില്ല, ഞാനും വല്ലപ്പോഴും സ്മോൾ കഴിക്കുന്ന ആളാണ്, കുഴപ്പമില്ല. വേറൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫാദർ ഡേവിസ് ചെർമൽ ഒരു പ്രീസ്റ്റ് അല്ലേ? താങ്കളൊരു ഫാമിലി ലൈഫ്, വേറെ പ്രശ്നങ്ങളുണ്ടോ? ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും? ഞാൻ ഗ്യാരണ്ടി, ഒരു കുഴപ്പമില്ല. അതും പറഞ്ഞു. അങ്ങനെ ഒത്തിരി അവയർനെസ് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ മാതിരി ഈ കച്ചവടമൊക്കെ നിൽക്കണമെങ്കിൽ കൂടുതൽ പേര് മുന്നിട്ട് വന്നാൽ തീർച്ചയായിട്ടും കച്ചവടം കുറയും എന്നെനിക്ക് തോന്നുന്നു. എനിക്കും നിങ്ങൾക്കും ഒരുപാട് കാലം ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. എന്നാൽ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പലപ്പോഴും നമുക്ക് അതുകൊണ്ട് തന്നെ താല്പര്യമില്ലാതാനും. കുറച്ചേറെ ആളുകളിലെങ്കിലും ഇത് ചില ധാരണാപിശകൾ മാറ്റാൻ ഈ സംവാദം ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. മറ്റൊരു ഗുരുതരമായ വിഷയവുമായി ഇനി അടുത്ത ശനിയാഴ്ച രാത്രി ഇതേ സമയം. ഗുഡ് ബൈ.